എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇത്തവണത്തെ ഗീത ക്ലാസ്സിൻ്റെ പേര് മന്ത്ര ഫോർ സക്സസ്. വിജയിക്കാനുള്ള മന്ത്രം എന്താണ്? വിജയിക്കാനുള്ള ടെക്നിക്ക് എന്താണ്? അതാണ് നമ്മൾ ഇത്തവണത്തെ ഗീത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സാഖ്യയോഗത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ 47-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. 47-ാമത്തെ ശ്ലോകം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. കർമ്മണ്യേ വാധികാരസ്തേ എന്ന് പറയുന്ന ആ ശ്ലോകം. അതേസമയം ഒരുപാട് ചർച്ചകളും ഒക്കെ നടന്നിട്ടുള്ള ഒരു ശ്ലോകം കൂടിയാണത്. ആ ശ്ലോകത്തിൽ വളരെയധികം അർത്ഥവത്തായ അല്ലെങ്കിൽ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാം ഇന്ന് ആ ശ്ലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജയിക്കാനുള്ള ചില ടെക്നിക്സ്, ടിപ്സൊക്കെ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആദ്യം ആ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി നോക്കാം. കർമ്മണ്യേ വാധികാരസ്തേ, അതായത് കർമ്മം ചെയ്യാൻ മാത്രമാണ് അധികാരം. ഇവിടെ സാഹചര്യം എന്ന് പറയുന്നത് അർജുനൻ യുദ്ധം ചെയ്യാൻ യാദൃച്ഛികമായി വന്നു ചേർന്ന തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട്, തേരാളിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കർമ്മണ്യേ വാധികാരസ്തേ, നിനക്ക് കർമ്മം ചെയ്യാൻ, അതായത് നിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ മാത്രമാണ് അധികാരം. ഇപ്പം അർജുനൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ യാദൃച്ഛികമായി വന്നു ചേർന്ന ഒന്നാണ്, അത് യുദ്ധമാണ്. അത് ചെയ്യാൻ മാത്രമാണ് അധികാരം. അടുത്ത വരി മാ ഫലേഷു കഥാചന, അതായത് ഫലത്തിൽ നിനക്ക് അധികാരമില്ല. അർജുനനോട് പറയാണ്, അർജുന, നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമാണ് അധികാരം, ഫലത്തിൽ നിനക്ക് അധികാരമില്ല. മൂന്നാമത് പറയുകയാണ്, മാ കർമ്മഫല ഹേതുർഭൂർ, അതായത് കർമ്മഫലത്തിൽ ആഗ്രഹം ഒന്നും വെക്കാൻ പാടില്ല, കർമ്മഫലത്തിൽ ആശ വെക്കാൻ പാടില്ല. അതായത് കർമ്മം നിഷ്കാമ കർമ്മമായിരിക്കണം. അവസാനത്തെ വരി കൃഷ്ണൻ പറയുന്നത്, മാതേ സംഘോസ്ത അകർമ്മണി, അകർമ്മത്തിൽ സംഘം പുലർത്താൻ പാടില്ല, അതായത് കർമ്മം ചെയ്യാതെ വെറുതെ ഇരിക്കാനും പാടില്ല. അപ്പോൾ നോക്കൂ, ഈ 4 മന്ത്രം, 4 ടിപ്സ് നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ്സിനുള്ള ചില കാര്യമാണ്. ഈ 4 എണ്ണം ഒരു വലിയ ഒരു ബൂസ്റ്റാണ്. നമുക്കിത് ഏത് സമയം ഓർത്തിരിക്കും. ഇപ്പോൾ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമുക്കിത് എഴുതി വെക്കാം, ഈ ഒരൊറ്റ മന്ത്രം നമുക്ക് മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൂല്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തേത് കർമ്മണ്യേ വാധികാരസ്തേ, കർമ്മത്തിൽ മാത്രമാണ് അധികാരം എന്ന് പറയുമ്പോൾ ഇവിടെ അർജുനൻ, അതും വളരെ യാദൃച്ഛികമായി വന്നു ചേർന്ന ഒരു യുദ്ധമാണ് അർജുനൻ്റെ കർമ്മം, ഡ്യൂട്ടി. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും യാദൃച്ഛികമായിട്ടുള്ളതും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള, അതായത് നേരത്തെ റെഡിയാക്കി വെച്ചതും, അതുപോലെ തന്നെ നമ്മൾ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടം ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം കർമ്മങ്ങളുണ്ടാവും. അതുപോലെ വളരെ എമർജൻസി ആയിട്ടുള്ള ചില കർമ്മങ്ങളുണ്ടാവും. ഇപ്പോൾ അർജുനൻ്റെ ഇതുപോലെയുള്ള എമർജൻസി ആയിട്ടുള്ള ചില കർമ്മങ്ങളുണ്ടാവും. നമുക്ക് ഡെയിലി ചെയ്യേണ്ട കർമ്മങ്ങളുണ്ടാവും. നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ പ്രൊഫഷൻ, അത് നമുക്ക് ചെയ്യേണ്ടതുണ്ടാവും. പിന്നെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ഗാർഡൻ, ഒരു മരം വെച്ച് പിടിപ്പിക്കുക, അത് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാവും. ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ നമുക്കുണ്ട്. ഇത്തരം കർമ്മത്തിൽ മാത്രമാണ് അധികാരം. വലിയ പ്രശ്നമായിപ്പോൾ. അപ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ചോദ്യം വരും, കർമ്മം ഞാൻ ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ഫലം ആഗ്രഹിച്ചുകൂടെ എന്നൊരു ചോദ്യം വരും. അപ്പോൾ കർമ്മത്തിൽ മാത്രമാണ് അധികാരമെന്ന് പറയുമ്പോൾ എന്താണോ മുകളിൽ പറഞ്ഞ രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്, നമുക്ക് പല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ മാത്രം ശ്രദ്ധിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കർമ്മം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ആക്ഷൻ, ആ ഒരു സിറ്റുവേഷൻ, അത് ചെയ്യുക, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. റിസൾട്ട് നമ്മുടെ കയ്യിലല്ലല്ലോ. റിസൾട്ട് ഇപ്പോൾ ഈ ഈശ്വരൻ്റെ കയ്യിലാവാം, അല്ലെങ്കിൽ ഈശ്വരൻ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ കയ്യിലാണെന്ന് പറയാം. അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമമാണ് റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ട് സെക്കൻഡറിയാണ്, കോൺസീക്വൻ്റ് ആണ്. അത് രണ്ടാമത് വന്നിരിക്കും, അത് ഷുവറായിട്ട് വരും. അത് പരാജയമാകാം, ജയമാകാം, അത് വന്നോളും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ കർമ്മത്തിലുള്ള സ്കില്ല് നഷ്ടപ്പെടും, കർമ്മത്തിലുള്ള കോൺസെൻട്രേഷൻ, ഫോക്കസ്, അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ, അധികാരമെന്ന് ഉദ്ദേശിക്കുന്നത്
ആ ഒരു പവർ അതല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ കർമ്മം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് മനോഹരമായി ചെയ്യുക. അതാണ് ഒരു നമ്മളെ കർമ്മത്തിൻ്റെ അതോറിറ്റിയാണ്. നമുക്കത് ചെയ്യാൻ പറ്റും. ഏജൻഷിപ്പ് പാടില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്തയും പാടില്ല. അപ്പം കർമ്മത്തിൽ അധികാരമുള്ള സ്ഥിതിക്ക് ആ കർമ്മം നമുക്ക് മനോഹരമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും റിസൾട്ട് നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ കർമ്മത്തിൽ നിനക്ക് അധികാരമുണ്ട്. നിൻ്റെ ഡിഗ്നിറ്റിയെ നിശ്ചയിക്കുന്ന രീതിയിൽ കർമ്മം മനോഹരമായിട്ട് ചെയ്യാനുള്ള ഒരു പവർ നിനക്കുണ്ട്. അതാണ് ശ്രീകൃഷ്ണ അർജുനോട് പറയുന്നത്. അപ്പം കർമ്മം ഒന്നു മാത്രം മതി. കർമ്മം വർഷിപ്പാണ്. നമുക്ക് നമ്മുടെ ജോലി ഇപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എന്ത് ഉത്തരവാദിത്വം ആയിക്കോട്ടെ, അത് നമ്മുടെ വർഷിപ്പാണ്. നമുക്ക് ആരാധനയോട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഡിഗ്നിറ്റി നൽകുന്നു, അന്തസ്സ് നൽകുന്നു, നമുക്കൊരു ഐഡൻറ്റിറ്റി, വ്യക്തിത്വമൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അത് മനോഹരമായിട്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, സെക്കൻഡറിയാണ്. അപ്പോൾ കർമ്മത്തിൽ നിനക്ക് അധികാരമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിൻ്റെ കർമ്മം നിനക്ക് ചെയ്യാനുള്ള, അതിൽ മറ്റാർക്കുമല്ല, നിനക്ക് അധികാരമുണ്ട്. നിനക്കത് ചെയ്യാം, മനോഹരമായിട്ട് ചെയ്യാം. നീ അത് ചെയ്യണം എന്ന് തന്നെയാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. കർമ്മ ഫലത്തിൽ എന്നാൽ നിനക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. കാരണം കർമ്മത്തിൻ്റെ ഫലം നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നു, റിസൾട്ട് എന്താവും നമുക്കറിയില്ല. നന്നായിട്ട് ചെയ്തോളൂ, അപ്പം റിസൾട്ട് നന്നായിക്കോളൂ. മുകളിൽ പറഞ്ഞ പ്രകാരം നിനക്ക് കർമ്മം നിൻ്റെ കയ്യിലുണ്ട്. അത് മനോഹരമായി ചെയ്താൽ റിസൾട്ട് പോസിറ്റീവ് ആവും. ഇപ്പോൾ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ റിസൾട്ട് നമുക്ക് ഓവറായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടാനും പറ്റില്ല. അത് മോശമാകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം റിസൾട്ട് മോശമായി പോകാം. റിസൾട്ട് എന്ന് പറയുമ്പോൾ ജയം പരാജയമൊക്കെ ആവാം, നേട്ടം കോട്ടമൊക്കെ ആവാം. അപ്പോൾ കർമ്മഫലത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞാൽ കർമ്മഫലം നമ്മുടെ കയ്യിലല്ല. നമുക്ക് വേണ്ട നിശ്ചയിക്കാം, നല്ല കർമ്മം ചെയ്ത് നമുക്ക് നിശ്ചയിക്കാം. പക്ഷെ അതെന്താണ് അതായിരിക്കരുത് നമ്മുടെ ഫോക്കസ്, അതല്ല നമ്മുടെ ലക്ഷ്യം. സി.വി. രാമൻ പറയും, ഫെയിലൂറാണ് നമ്മുടെ മാസ്റ്റർ. ചിലപ്പം കർമ്മഫലം മോശമായി പോവാം, നമ്മളതിൽ ഡൗൺ ആവേണ്ട. കർമ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മണ്യേ വാധികാരസ്ഥ. നിനക്ക് കർമ്മത്തിൽ അധികാരമുണ്ട് സക്സസ് ആക്കാനായിട്ട്. നിൻ്റെ കർമ്മം മനോഹരമായി ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട്. അപ്പം മാ ഫലേഷു കഥാജന എന്ന് പറയുമ്പോൾ ആ ഫലം എന്താണ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. അത് നേച്ചർ ഓഫ് ലോയാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ് അത് നിശ്ചയിക്കുന്നത്. നമ്മുടെ കയ്യിലല്ല. നമ്മുടെ കയ്യിലുള്ളത് കർമ്മമാണ്. നിൻ്റെ കയ്യിൽ ഞാൻ നിനക്കൊരു സാധനം തന്നിട്ടുണ്ട്, അത് കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. നീ അത് മനോഹരമായി ചെയ്തു, ഫലം വന്നുകൊള്ളും. അത് സെക്കൻഡറിയാണ്, രണ്ടാമത്തെ പ്രോസസ്സാണ്. ഈ ഒരു കാരണത്തോട്, കർമ്മം എന്ന കാരണത്തോട് ഒട്ടിപ്പറ്റി നിൽക്കുന്ന ഒരു ഫലമാണ് ആ ഫലം, കർമ്മത്തിൻ്റെ ഫലം. അപ്പോൾ അതുകൊണ്ട് കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ കർമ്മം മനോഹരമാക്കാൻ സാധിക്കില്ല. അതാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കറിക്കരിക്കുന്നു അല്ലെ പഠിക്കുന്നു, നമ്മൾ ഈ ഫലം ഞാൻ സക്സസ് ആകും, ഇതാണ് ഞാൻ തോറ്റുപോകുമോ, ഈ കറി ഇന്ന ആൾക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പക്ഷേ ആ കർമ്മം മനോഹരമാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതൊക്കെയായിരിക്കും നമ്മുടെ ഫോക്കസ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഈ കർമ്മത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് അത് വരും. റിസൾട്ടിൽ അധികാരമില്ല എന്ന് പറയുമ്പം റിസൾട്ട് ആഗ്രഹിക്കരുത്, അതല്ല, റിസൾട്ട് ആഗ്രഹിക്കരുത് എന്നല്ല പറയുന്നത്. റിസൾട്ടിനെ വിട്ടേക്കുക. ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, റിസൾട്ടിനെ വിട്ടേക്കുക. റിസൾട്ടല്ല നമ്മുടെ ഓറിയൻറ്റ്, നമ്മുടെ മുൻ കൺസേൺ, നമ്മുടെ ചിന്ത, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്, ഡ്യൂട്ടിയാണ്. അത് മനോഹരമായിട്ട് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ വരിയിൽ പറയുന്നത് കർമ്മഫല ഹേതുർഭൂർ. കർമ്മഫലത്തിൽ ആശ വെക്കുകയും ചെയ്യണ്ട. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഫലം അതങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് ആശ വെക്കണ്ട, ഒന്നും ആശ വെക്കണ്ട. കാരണം നമുക്കറിയില്ല കർമ്മഫലം എന്താണ്. അതിൽ ആശ വെച്ചാൽ ശരിയാവില്ല. അത് നമ്മളെ ബൈൻഡ് ചെയ്യും, നമ്മളെ കെട്ടിയിടും. നമ്മളെ ഫലത്തോട്, കർമ്മത്തോടൊക്കെ നമ്മളെ കെട്ടിയിടും, അത് ബന്ധനസ്ഥനാക്കും. അപ്പോൾ കർമ്മഫലത്തിൽ നിങ്ങളൊരു കർമ്മത്തിൻ്റെ ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ആ ഫലമായിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കുന്നു, ഇത് എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു മോട്ടീവ് വെച്ചിട്ട് ആയിരിക്കരുത് നിങ്ങളെന്നെ സഹായിക്കുക എന്ന കർമ്മം നിങ്ങൾ എന്നോട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും, ഇപ്പോൾ തൂക്കുന്നതായിക്കോട്ടെ, മുറ്റം തൂക്കുന്നതായിട്ട്, അയൺ ചെയ്യുന്നതായിക്കോട്ടെ, എന്തായാലും മറ്റൊരു ലക്ഷ്യവും ഇല്ലാതെ അത് ചെയ്യണം. നിഷ്കാമ കർമ്മ, ആഗ്രഹങ്ങളൊന്നുമില്ലാതെ. ആഗ്രഹം വേണ്ടെന്നല്ല, ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് കുഴപ്പം?
സ്കില്ല് നഷ്ടപ്പെടും, സ്കില്ല് പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പം നിഷ്കാമ കർമ്മമായിട്ട് ചെയ്യുക. ഒരാഗ്രഹവും ചിന്തിക്കാതെ കർമ്മത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. എന്നാൽ അകർമ്മത്തിൽ സംഘം പാടില്ല. നിങ്ങളൊരു കർമ്മവും ചെയ്യാതിരിക്കരുത്. ചിലപ്പോൾ പരാജയപ്പെട്ടു പോയി, വീണ്ടും വീണ് കിടക്കരുത്, ചെയ്യാതിരിക്കരുത്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കലും കർമ്മങ്ങളുടെ പ്രചോദനം, ചോദനം എന്ന് പറയുന്നത് കർമ്മഫലമാകരുത്. ഇപ്പോൾ അഭിനവഗുപ്തൻ പറയുന്നത്, നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചാണ് ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അറിവാണെന്നാണ് പറയുന്നത്. ഒരാഗ്രഹവും ഇല്ലാതെ ഒരു കർമ്മം ചെയ്യുക, കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? അറിവാണ്, ഒരു പ്രാക്ടിക്കൽ നോളജാണത്. അതാണ് ആ കർമ്മം പ്രൊഡ്യൂസ് ചെയ്യുക, അറിവാണ്. ഇപ്പോൾ യതി പറയും, നിങ്ങളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ ഓരോ വരികളിലും അറിവാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ആ അറിവിൽ നിങ്ങൾ ആഹ്ലാദിക്കുകയാണെങ്കിൽ ആ വായന എന്ന കർമ്മവും ആ അറിവ്, ആ കിട്ടുന്ന അറിവ് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും വായിക്കാനായിട്ട്. അപ്പോൾ വായിക്കുമ്പോൾ അറിവ്, വരികൾ അറിവ് നൽകുന്നു എന്നുള്ള രീതിയിൽ വായിക്കൂ എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രഭുപാദർ പറയും, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഇന്ന ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, ഇന്ന കർമ്മം ചെയ്തു ഇന്ന ഫലം കിട്ടുന്നില്ല എങ്കിൽ ആ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ്. ആ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം, ആ കർമ്മത്തിൻ്റെ ഏജൻറ്റ്, ആ കർമ്മം ചെയ്തത് നിങ്ങൾ തന്നെയാണ്. റിസൾട്ട് കിട്ടുമ്പോൾ മാത്രം കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം, നല്ല റിസൾട്ട് കിട്ടുമ്പോൾ അത് മാത്രം ഏറ്റെടുക്കാൻ പാടില്ല. മോശം റിസൾട്ടാണെങ്കിലും ആ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ആ കർമ്മം ചെയ്തത് നമ്മൾ തന്നെയാണ്. അപ്പോൾ കർമ്മം മനോഹരമാക്കാനും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ചെയ്തു പോകാനും നമുക്ക് അവകാശമുണ്ട്. ഇപ്പം അർജുനനെ സംബന്ധിച്ച് അർജുനൻ പറയുന്നത്, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ്. അതൊരു യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. യുദ്ധം ചെയ്യുന്നില്ല, ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കർമ്മത്തെ നമുക്ക് മനോഹരമായിട്ട് ഈ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കും. നമ്മുടെ ഓരോ ഡെയിലിയുള്ള ഓരോ ആക്ടിവിറ്റീസും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് കർമ്മത്തെ നിർവഹിക്കാൻ സാധിക്കും. അതൊരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടൊരു രാജാവ് വേഷം മാറി സഞ്ചരിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ, താനൊരു ക്ഷേത്രം പണിയാനായിട്ട് കുറേ ആളുകളെ ഏൽപ്പിച്ചിരുന്നു. അവരൊക്കെ പണിയെടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രാജാവ് ആദ്യം ഒരാളുടെ അടുത്തെത്തി അയാളോട് ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ റൂഫ് കെട്ടുകയാണ്. താങ്കൾ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? അതെനിക്ക് പണം കിട്ടും, ആ ഫലം ഉദ്ദേശിച്ചാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് അടിച്ചു പൊളിക്കണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. രാജാവ് രണ്ടാമത് ഒരാളുടെ അടുത്തെത്തി. അയാൾ തൂണ് ഉണ്ടാക്കുകയായിരുന്നു. അയാളോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? അതെനിക്ക് ഫാമിലി ഉണ്ട്, അവരെ നോക്കണം, ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് അവരെ നോക്കണം, എനിക്കും സന്തോഷത്തോടെ പോകണം. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കർമ്മം, ഈ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത്. രാജാവ് മൂന്നാമതൊരാളുടെ അടുത്തെത്തി, താങ്കൾ എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അത് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രം പണിയുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ പണി തീർന്ന ക്ഷേത്രം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ആ ഒരു പർപ്പസ് മാത്രമാണ്. അപ്പോൾ താങ്കൾക്ക് ഇതിൽ നിന്ന് ഫലം അതിൻ്റെ റിസൾട്ട് പണമൊക്കെ വന്നോളൂ, അത് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിന്തിക്കാൻ പോയാൽ എനിക്ക് കർമ്മം നന്നായിട്ട് ചെയ്യാൻ സാധിക്കാതെ വരും. അത് ഓൾറെഡി എനിക്ക് കിട്ടുമല്ലോ. അതല്ലല്ലോ എൻ്റെ കൺസേൺ. എനിക്ക് കർമ്മം നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നിഷ്കാമ കർമ്മം. ഈ മൂന്നാമത്തെ ആളിലാണ് നമുക്ക് ആ നിഷ്കാമ കർമ്മം കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും, നമ്മുടെ ബാത്റൂം കഴുകുന്നതായിക്കോട്ടെ, മുറ്റം നമ്മൾ ക്ലീൻ ചെയ്യുന്നതായിക്കോട്ടെ, ഒരു ഗാർഡൻ നമ്മൾ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നതായിക്കോട്ടെ, ഏത് പ്രവർത്തനവും നിഷ്കാമമായി ഒരാഗ്രഹവും വെച്ചു പുലർത്താതെ, അതായത് ആഗ്രഹമായിരിക്കരുത് നിങ്ങളെ ആ കർമ്മം ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന ഘടകം. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാകും.